ഹലോ ഓൾ, ഇന്നത്തെ എൻ്റെ ഈ കിച്ചൺ ഡയറീസിൽ ഞാൻ പാലാട ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇതെൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ കുക്കിംഗ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പാലാട ഉണ്ടാക്കുന്നത്. പാലാട എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? ആ, തിരുവനന്തപുരം ഭാഗത്താണ് ഞാനിത് കൂടുതൽ കണ്ടിട്ടുള്ളത്. വടക്കൻ കേരളത്തിൽ ഈ ഒരു ഡിഷ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വടക്കൻ കേരളത്തിൽ നീർദോശ എന്നൊരു ഡിഷ് ഞാൻ കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. അതുമായിട്ട് ഇതിന് സാമ്യതയുണ്ട്, പക്ഷേ എക്സാക്റ്റ് ആ സാധനമല്ല. ഇതിനകത്ത് തേങ്ങാപ്പാലും മുട്ടയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര ഫ്ലഫി ആൻഡ് അൾട്രാ സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റിയുമാണ്. തിരുവനന്തപുരം ഭാഗത്തൊക്കെ പെരുന്നാൾ ദിവസങ്ങളിലും അതല്ലാണ്ട് പുതുമണവാളനും മണവാട്ടിയൊക്കെ വിരുന്നിന് വരുന്ന സമയങ്ങളിലൊക്കെയാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. എന്നും കോമൺ ആയിട്ട് എല്ലാ ദിവസവും ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ സാധാരണ കണ്ടിട്ടില്ല. തിരുവനന്തപുരം, തിരുവിതാംകോട് ആ ഭാഗത്തൊക്കെയാണുള്ള ഒരു ഡിഷായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ്റെ നോൺ മുസ്ലിം ആയിട്ടുള്ള ഫ്രണ്ട്സിനൊന്നും ഇങ്ങനെ ഒരു ഡിഷ് അവരുടെ വീട്ടിൽ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് അവർ കണ്ടിട്ടുമില്ല, അവർക്ക് ഇതിനെ കുറിച്ച് അറിയത്തുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് മാത്രം ഈ ഡിഷ് ഒരു മുസ്ലിം ഡിഷ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഹോംസിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഡിഷാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഭക്ഷണത്തിന് അങ്ങനെ ജാതി മതമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, സ്റ്റിൽ ചില ഫുഡ് ചില കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണല്ലോ അത് ഉണ്ടാക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളത്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ആ പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ എക്സ്പെരിമെൻ്റൽ കുക്കിംഗ് ആണെങ്കിലും അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ പാലാട വളരെ സോഫ്റ്റ്, ഫ്ലഫി ആൻഡ് സൂപ്പർ ടേസ്റ്റി ആയിട്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുകയാണ്, എൻ്റെ ഉമ്മായും മാമിയും ഒക്കെ ഉണ്ടാക്കുന്ന പാലാടയുടെ അത്രയും സോഫ്റ്റ് ടെക്സ്ചർ ആയിട്ടില്ല. പക്ഷേ ടേസ്റ്റ് ഉഗ്രനായിരുന്നു. ഇത് ചിക്കൻ കറിയുടെ കൂടെയാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയ ചിക്കൻ കറിയുടെ കൂടെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ല സൂപ്പർ ആയിട്ടുള്ള വേറൊരു ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.